2024 സിവിൽ സർവീസ് എക്സാമിലെ 7ാമത്തെ ചോദ്യം ഒന്ന് നമുക്ക് നോക്കാം. 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 3 സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ അപൂർവമായിട്ടാണ് 3 സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ UPSC ചോദിക്കാറുള്ളത്. 3 സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3. അപ്പോൾ ഇതിൽ പല ആൾക്കാരും ഈ സ്റ്റേറ്റ്മെന്റ് 3 ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇതും തമ്മിലുള്ള ഗ്യാപ്പ് കുറവായതുകൊണ്ട് 3 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റെയിൻഫോൾ ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ വെതറിംഗ് ഓഫ് റോക്സ്. വൺ ഓഫ് ദ റീസൺ എന്നാണ് പറയുന്നത്. വെതറിംഗ് ഓഫ് റോക്സിന് വൺ ഓഫ് ദ റീസൺ ആണ് റെയിൻഫോൾ എന്നുള്ളത്. അപ്പൊ എന്താണ് വെതറിംഗ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വെതറിംഗ് എന്ന് പറയുന്നത് ഒരു റോക്ക്, ഇതൊരു പാറയാണെന്ന് വെച്ചോ, ആ പാറ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് മാറുന്നതിനെയാണ് വെതറിംഗ് എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ നടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റെയിൻഫോൾ, ഇതിന്റെ ഉള്ളിൽ മഴ വീഴും, ഇതിന്റെ മേലെ ഒരു ക്രാക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, ഈ മഴവെള്ളം വീണു, ഈ ക്രാക്കിന്റെ അകത്ത് നിറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ഒരു പാറ പൊടിഞ്ഞു പൊടിഞ്ഞു പോവാം. അപ്പോൾ റെയിൻഫോൾ എന്ന് പറയുന്നത് വെതറിംഗിന്റെ വൺ ഓഫ് ദ റീസൺ ആണ് എന്നുള്ളത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ജിയോമോർഫിക് പ്രോസസ്സുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തത് റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സൊല്യൂഷൻ എന്നുള്ളതാണ്. റെയിൻ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ വിവിധ തരത്തിലുള്ള വാതകങ്ങൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫറിന്റെ ഓക്സൈഡ്, നൈട്രജന്റെ ഓക്സൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അന്തരീക്ഷത്തിലെ ജലാംശവുമായിട്ട് ചേർന്നുകൊണ്ട് ആസിഡ് റെയിൻ ഉണ്ടാവുന്ന കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഈ ഒരു ചോദ്യം തന്നെ UPSC മുന്നേ ചോദിച്ചിട്ടുണ്ട്, അന്തരീക്ഷത്തിലെ ഏതൊക്കെ വാതകങ്ങളാണ് ആസിഡ് റെയിന് കാരണമാവുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജിയോഗ്രഫിയിൽ വെതറിങ്ങിനെ കുറിച്ച് ബേസിക്കലി പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആസിഡ് റെയിന്റെ രൂപീകരണത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ റെയിൻ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് കലരാം, എന്നിട്ട് അത് കാർബോണിക് ആസിഡ് ആയിട്ട് രൂപപ്പെടാം എന്നുള്ളത്, അല്ലെങ്കിൽ അതൊരു ആസിഡ് റെയിന് കാരണമാകാം എന്നുള്ളത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സൊല്യൂഷൻ എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തത് റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എന്നുള്ളതാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ റെയിൻ വാട്ടറിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതായിട്ടുള്ളത്. നമുക്കറിയാം റെയിൻ വാട്ടർ മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ, മേഘങ്ങളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട്. നമുക്കറിയാം വെള്ളത്തിൽ ഓക്സിജൻ കലർന്നിട്ടുണ്ട് അല്ലെ, വെള്ളത്തിൽ ഓക്സിജൻ കലർന്നിട്ട് ഈ ഒരു ഓക്സിജനെയാണ് മത്സ്യങ്ങളും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, അവരുടെ ശ്വാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ വെള്ളത്തിലേക്ക് എങ്ങനെയാ ഓക്സിജൻ വരുന്നത്? വെള്ളത്തിലേക്ക് ഓക്സിജൻ കലരും. അപ്പൊ ഈ റെയിൻ വാട്ടർ അന്തരീക്ഷം മഴയായിട്ട് പെയ്യുമ്പോൾ തന്നെ അത് ഭൂമിയിലേക്ക് വീഴുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ഇതിലേക്ക് ഡിസോൾവ് ചെയ്യപ്പെടും. അപ്പൊ ഇത്തരത്തിലുള്ള ഓക്സിജനെ നമുക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ മഴ പെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ അതിലേക്ക് വരും എന്നുള്ളത്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ റെയിൻ വാട്ടറിൽ ഉണ്ടാവും എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു സെൻസ് ആണ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റും നമുക്ക് ശരിയാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചാലഞ്ച് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, ഇവിടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം. 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻസ് വളരെ ശ്രദ്ധയോടെ വേണം അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടെ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. നമുക്ക് 3 സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ്. ഓക്കെ, ഈ പാർട്ട് ശരിയാണ്. അടുത്തത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 and സ്റ്റേറ്റ്മെന്റ് 3 ആർ കറക്റ്റ്, ഇതും ശരിയാണ്. ഓൺലി വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് 2 and 3 ആസ് കറക്റ്റ്, അത് തെറ്റാണ്. കാരണം എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് നമുക്കറിയാം. നെയ്തർ സ്റ്റേറ്റ്മെന്റ് 2 or 3 കറക്റ്റ്, അതും തെറ്റാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഈ 2 എണ്ണത്തെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതോ ഒന്നാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ്. ഇനി അടുത്ത പാർട്ട് എന്താ പറയുന്നത്? അടുത്ത പാർട്ട് എന്ന് വെച്ചാൽ ബോത്ത് ഓഫ് ദം എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1 എന്നുള്ളതാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തത് പറയുന്നത് ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഈ ഒരു എക്സ്പ്ലനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യത്തെ ഈ ഒരു 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1 മുതലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെതറിങ്ങിനെ നമുക്ക് കെമിക്കൽ വെതറിങ് എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം കെമിക്കൽസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വെതറിങ്ങിന് കാരണമായിട്ടുള്ളത്. സോ ഈ ഒരു കെമിക്കൽ വെതറിങ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ നോക്കാം.
അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. സോ അത് കാരണം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് കെമിക്കൽ വെതറിങ്ങിന് കാരണമാണ്. അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിഡേഷന് കാരണമാകുന്നതാണ്. ഉദാഹരണത്തിന് ഈ ഒരു മെറ്റലിൽ, അതായത് ഈ ഒരു പാറയില് നമുക്കറിയാം ഇവിടെ ഇരുമ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇവിടെ ഇരുമ്പ് ഉണ്ട്. അപ്പൊ ഈ ഒരു മഴവെള്ളം വന്നു, മഴവെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നു. ഈ ഒരു ഓക്സിജൻ ഇരുമ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ഈ ഇരുമ്പ് എന്ത് ചെയ്യും, ഇരുമ്പ് തുരുമ്പിക്കുകയും ചെയ്യും. ഈ ഇരുമ്പ് തുരുമ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇത് വീക്കായി പൊടിഞ്ഞു പോവുകയും ഈ പാറ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്യാം. സോ അറ്റ്മോസ്ഫിയറിൽ വാട്ടറിൽ ഓക്സിജന്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഓക്സിഡേഷന് കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ റെയിൻ വാട്ടർ റോക്കുകളുടെ വെതറിങ്ങിന് കാരണമാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, സോ ഇറ്റ് supports for oxidation and it is one of the reason for weathering of rocks എന്ന് പറയാൻ പറ്റും. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് കാർബൺ ഡയോക്സൈഡ് സൊല്യൂഷനെയാണ് നമ്മൾ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. കാർബോണിക് ആസിഡ് ഓട്ടോമാറ്റിക്കലി അതിൽ കാർബോണിക് ആസിഡ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് കെമിക്കൽ വെതറിങ്ങിന് കാരണമാകാൻ വേണ്ടി പറ്റും. സോ ഇതിലുള്ള അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ആയിക്കോട്ടെ, അത് ഓക്സിഡേഷൻ വഴി വെതറിങ്ങിന് കാരണമാകും. കാർബോണിക് ആസിഡ് ആയിക്കോട്ടെ, ആസിഡിന്റെ പ്രസൻസ് കാരണം അത് വെതറിങ്ങിന് കാരണമാകും. സോ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും വെതറിങ്ങിന് കാരണമായിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റെയിൻ വാട്ടറിൽ ഓക്സിജൻ ഉള്ളത് എന്നുള്ളത് കൊണ്ട് റെയിൻ വാട്ടർ ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ വെതറിംഗ് ഓഫ് റോക്സ് എന്ന് പറയാൻ പറ്റും. റെയിൻ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കാർബോണിക് ആസിഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ വെതറിംഗ് ഓഫ് റോക്സ് എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും, സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 3ഉം രണ്ടും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ചോദ്യം വളരെ സിമ്പിൾ ആണ്, ബേസിക് എന്നുള്ള ചോദ്യമാണ്. പക്ഷെ UPSC നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിക്കും സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. സോ വളരെ അലേർട്ട് ആയിട്ട് വേണം, വളരെ ശ്രദ്ധയോടെ വേണം ഇത്തരം ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ സ്പെസിഫിക്കലി എവിടെയെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അതൊരു കോമൺ സെൻസ് ആണ്. വെള്ളത്തില് അന്തരീക്ഷത്തിലെ ഓക്സിജൻ വരും, സോ റെയിൻ വാട്ടർ വരുമ്പോൾ അതിലേക്ക് ഓക്സിജൻ വരും എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ്, കോമൺ ബോധ്യമാണ്. അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് എങ്ങനെയാ ഓക്സിജൻ കിട്ടുന്നതെന്നൊന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അപ്പോൾ എക്സാം ഹാളിൽ നിന്ന് ഇതൊക്കെ ചിന്തിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നതായിട്ടുള്ളത്, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇനി ഈ ചോദ്യം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇത് ബേസിക് ജിയോഗ്രഫി ആണ്, NCERT-യിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, പ്രത്യേകിച്ചും ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വെതറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ വെതറിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ ലേണേഴ്സിന്റെ ജിയോഗ്രഫിയുടെ ക്ലാസ്സിന്റെ സ്ക്രീൻഷോട്ട് ആണുള്ളത്. ഇതിൽ എന്താണ് വെതറിങ്, ഇതിൽ സൊല്യൂഷൻ, കാർബണേഷൻ, ഹൈഡ്രേഷൻ, ഓക്സിഡേഷൻ പറയുന്നുണ്ട്. അതിലെന്താ പറയുന്നത്, ഓക്സിജന്റെ പ്രസൻസ്, അല്ലെങ്കിൽ സോയിൽ വാട്ടർ, മറ്റ് ആസിഡുകളുടെ പ്രസൻസ്. ഇതിലെ ആക്ച്വലി ഈ ഒരു വെതറിംഗ് പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ വെതറിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതാണ്, അതിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ when iron in rocks reacts with oxygen, അപ്പൊ അത് പൊടിഞ്ഞു പോവും. അതുപോലെ weaken the rock and mixing of rainwater with carbon dioxide to make carbonic acid, it also lead to weathering of rocks എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ജിയോഗ്രഫി ബേസിക്കലി NCERT വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് ജിയോഗ്രഫിക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി ഈ വെതറിംഗ് ചോദിക്കാൻ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി കറണ്ട് അഫയേഴ്സ് എന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് മാർച്ച് 10-ാം തീയതി ഈ ഒരു ടോപ്പിക് CO2 ഫ്രം കെമിക്കൽ വെതറിംഗ് ഹാസ് ഇറ്റ്സ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ദ ഹിന്ദുവിൽ ഒരു ന്യൂസ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ലേണേഴ്സിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഡിസ്കഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് നിന്നാണ് ആക്ച്വലി ഈ ചോദ്യം വന്നിട്ടുള്ളതെന്ന് ഓർത്തുക. അതായത് നമ്മൾ ഈവൻ ജിയോഗ്രഫി ആണ് ചോദ്യങ്ങൾ വരുന്നെങ്കിൽ പോലും അതിന് കറണ്ട് അഫയേഴ്സുമായിട്ടുള്ള ഒരു ലിങ്ക് ആണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അതിനെ പിക്ക് ചെയ്തെടുത്ത് ലിങ്ക് ചെയ്ത് പഠിക്കുന്നതിനും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ന്യൂസ് അനാലിസിസിന്റെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. CO2 ആക്ട് ആസ് എ ബോത്ത് സോഴ്സ് ആൻഡ് സിങ്ക് ഓഫ് atmospheric CO2 എന്ന് വെച്ചാൽ റെയിൻ വാട്ടർ റിയാക്ട്സ് വിത്ത് atmospheric CO2 to become slightly acidic water then reacts with the rocks breaking them down. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതായിട്ടുള്ളത്, വെതറിംഗ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീക്ക് കാർബോണിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയും ആ ഒരു റോക്കുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നതെന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ കറണ്ട് അഫയേഴ്സിൽ വരുമ്പോൾ അത് മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് കൂടാണ് ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. 2024 മാർച്ച് 10-ലാണ് ഇത് ടോപ്പിക് ഉണ്ടായിരുന്നത്.
വരുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, ബേസിക് ജിയോഗ്രഫി അത് NCERT-കളിൽ നിന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10-35ഓളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൃത്യമായിട്ട് ഡെയിലി മനസ്സിലാക്കി റിവിഷൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ലേണേഴ്സിന്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഡെയിലി ന്യൂസ് അനാലിസിസുകൾ അരമണിക്കൂർ മുതൽ 30 മുതൽ 45 മിനിറ്റ് വരെയുള്ള അനാലിസിസ് ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മെമ്പർ കമ്മ്യൂണിറ്റിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വെറും മാസം 159 രൂപയ്ക്ക് നിങ്ങൾക്ക് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ജിയോഗ്രഫിയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേണേഴ്സ് ആപ്പിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലേണേഴ്സിനെ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു ചോദ്യവുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.